നമസ്കാരം. ഡയബറ്റിക് റിവേഴ്സൽ എന്നുള്ള ഒരു യാത്രയിൽ മറ്റൊരു ശുഭവാർത്ത. ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ് ഡൽഹിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം വാതരക്ത രോഗിയായിരുന്നു. RA പോസിറ്റീവായ വളരെ പെയിൻഫുൾ ആയ കണ്ടീഷനിൽ ഇവിടെ വരികയും 5 വർഷം മുമ്പ് നല്ല ഒരു ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കണ്ടിന്യൂസ് മെഡിസിനും അതിൻ്റെ വെൽനസ് മെഡിസിനും എടുക്കുകയും പൂർണ്ണമായി രോഗത്തിൽ നിന്നും വിമുക്തനായി. ഈയിടെ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 292 ഷുഗർ ഉണ്ട്, എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു ബാച്ച് മെഡിസിൻസ് കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്വല്പം ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായി. 200-നടുത്ത് ഷുഗർ വന്നു. രണ്ടാമതും അദ്ദേഹം വീണ്ടും ഷുഗറിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നറിയിച്ചു. അദ്ദേഹം RA പേഷ്യൻ്റ് ആയതുകൊണ്ട് RA കണ്ടീഷൻസ് എല്ലാം ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസാണ്. ഇൻഫ്ലമേഷൻസ് എല്ലാം ബേസിക് കണ്ടീഷനായ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ അയാളെ അറിയിച്ചു. അതനുസരിച്ച് അദ്ദേഹത്തിന് നല്ല ഒരു പുതിയ പ്രോട്ടോകോൾ അയക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബ്ലഡ് റിപ്പോർട്ട് അയച്ചു. 113 പോസ്റ്റ് പ്രാൻഡിയൽ നോർമൽ ഡയറ്റിന്റെ ഷുഗർ. ഓൾ ദീസ് തിങ്സ് ഷോ ദാറ്റ് ഡയബറ്റിക് ഡിസീസ്, ഈവൻ ദോ ഇറ്റ് ഈസ് എ ബിഗ് ഡിസീസ്, ഒരു മഹാരോഗമായിട്ടാണ് ചരകാചാര്യൻ അതിനെ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ ഡിസീസ്. അങ്ങനെ ആയുർവേദത്തിൽ 20-ൽ പരം പ്രമേഹങ്ങൾ പറയുന്നു. അത് പല രീതിയിലുള്ള പേഷ്യൻസ് ഈ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഹേതുവായി ഡയബറ്റീസ് വളരെ സങ്കീർണമായ തരത്തിലേക്ക് പോവുകയും പരിഹാര്യമല്ലാത്ത രീതിയിൽ അവർക്ക് ഷുഗർ വളരെ ഹൈ ആവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ കാണാറുണ്ട്. അത് സോൾവ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ആയുർവേദിക് ട്രീറ്റ്മെന്റാണ്. വേദനാ സംഹാരിയും കോർട്ടിക്കോസ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റുകളെല്ലാം ഷുഗർ വർദ്ധിപ്പിക്കുന്ന, കിഡ്നി ആരോഗ്യം കുറയുന്ന ഒരു വശത്തേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ആയുർവേദിക് ഡയബറ്റിക് റിവേഴ്സലും ആയുർവേദ വെൽനസ് ജീവിത രീതി സ്വീകരിക്കലുമാണ് ഈ ഒരു പ്രശ്നത്തിന്റെ പരമമായ പ്രധാനം. ഓൾവേസ് കൺസൾട്ട് യുവർ പ്രോബ്ലംസ് വിത്ത് ആയുസ് വെൽനസ് ഹോസ്പിറ്റൽ. നന്ദി, നമസ്കാരം.